ഈസിനോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ 1.5 കിലോ തക്കാളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് നല്ല പഴുത്ത തക്കാളിയായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, എന്നെങ്കിലാണ് നല്ല സോസിന് നല്ലൊരു കളറും ഉണ്ടാവുള്ളൂ. അത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി ഈ തക്കാളിയുടെ ഈ ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നുറുക്കിയെടുക്കാൻ. ഇനി ഇതുപോലെ നല്ലോണം ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കേണ്ടതാ, ഇങ്ങനെ മതി. ഇത് മുഴുവനായിട്ട് ഇങ്ങനെ നുറുക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു കട്ടിയുള്ള ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ തക്കാളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 4 കരയാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 3/4 ഗ്ലാസ് വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഞാൻ സ്റ്റൗമ്മ വെച്ചിട്ട് അതൊന്ന് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ തന്നെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഈ കരയാമ്പൂവിനെയൊക്കെ എടുത്ത് മാറ്റണം. അതിൻ്റെ ഒരു ഫ്ലേവർ മാത്രം നമുക്ക് മതി, ബാക്കിയുള്ളത് എടുത്ത് കളയാം. അപ്പോൾ ഇതിലിട്ട 4 കരയാമ്പൂവും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് വേവിച്ച തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മുഴുവനായിട്ടും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ തക്കാളി വേവിച്ച അതേ കടായി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അരിപ്പ വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല കണ്ണി അകലുള്ള അരിപ്പയായിട്ട് എടുക്കുക. ജ്യൂസൊക്കെ അരിക്കണ അരിപ്പയായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്നിങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആയിക്കോളും. അപ്പോൾ നമ്മളുടെ ഈ തക്കാളിയുടെ കുരും തോലൊക്കെ ഇതിൽ മാറി കിട്ടും. അല്ലെങ്കിൽ അരിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ അതിലങ്ങനെ തന്നെ കെടുക്കും. ഇത് കോരി മാറ്റാം. ഇനി നമുക്ക് ആ ബാക്കിയുള്ളതും കൂടിയിട്ട് ഇതുപോലെ അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കളറിനും ചെറിയൊരു എരിവിനും വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ്. അത് 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പാകത്തിനായ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 8 ടേബിൾ സ്പൂണാണ്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യുക. സോസാകുമ്പോൾ കുറച്ച് മധുരമൊക്കെ വേണം. ഇനി ഈ സോസിന് ആവശ്യമായ പുളിക്കായിട്ട് വിനീഗറാണ് എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂണ് അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലെന്താണ് കുറവെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല, കുറച്ചൊരു എരിവിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഞാനൊരു 1/4 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ വിനീഗറൊക്കെ ഒഴിച്ചപ്പോൾ ശരിക്കും ആ സോസിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് നമ്മുടെ സോസിൻ്റെ ഒരു പാകം നമുക്കറിയാലോ, അതുവരെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്തപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. അതാ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി ശരിയാവാനുണ്ട്. കുറച്ച് സമയം കൂടി ഇങ്ങനെ ചെറിയ തീയിൽ തന്നെ കിടന്നിട്ട് വറ്റിച്ചെടുക്കുക. അതാ നല്ലൊരു പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ സോസിൻ്റെ അതേ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പം നമ്മളുടെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറി ഇതാ ഒരു കുപ്പിയിലേക്കും ഒരു ബൗളിലേക്കും ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല, എന്നാൽ പോലും നല്ല കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് 1-2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്